പ്രതീക്ഷിച്ചിരുന്ന LSDD ഫാർമസിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട്. ആർക്കൊക്കെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം, അതുപോലെ ഇത് എന്തിന്റെ കീഴിൽ വരുന്നതാണ്, അതിന്റെ ഒരു പേ സ്കെയിൽ എന്താണ്, അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. നമ്മുടെ ബാച്ചിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്, അതുപോലെ റിവിഷൻ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. എടുത്തു പറയേണ്ട വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ 3000 അത്രയും വേർത്ത് വരുന്ന ഒരു റാങ്ക് ബൂസ്റ്റർ പാക്ക് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് തരുന്നതാണ്. ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എജ്യൂസ് അക്കാഡമി ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന LSDD ഫാർമസിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട്. സോ എക്സാം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതാനും ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നലെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. സോ എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ ഹോം പേജിൽ ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കൺഫ്യൂഷൻ ഉള്ളവര് ആ ഒരു ഹോം പേജിൽ പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും. സോ ആ കാറ്റഗറി നമ്പറിൽ 029/2025 എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആർക്കൊക്കെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം, അതുപോലെ ഇത് എന്തിന്റെ കീഴിൽ വരുന്നതാണ്, അതിന്റെ ഒരു പേ സ്കെയിൽ എന്താണ്, അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായി വരാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ ഇത് വരുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അഥവാ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ അതിന്റെ പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ 31,100 to 66,800 ആ ഒരു റേഞ്ചിനകത്തായിരിക്കും അതിന്റെ സ്കെയിൽ ഓഫ് പേ. അതുപോലെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇന്നലെയാണ് വന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് June 4th ആണ്. സോ ഈ ഒരു ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക, ഡെഡ് ലൈൻ ആയിട്ട് മനസ്സിൽ കുറിച്ചിട്ടേക്കുക. June 4th 2025 ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അതുപോലെ ആർക്കൊക്കെ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം, ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ +2 സയൻസ്, അതുപോലെ ഡിപ്ലോമ ഇൻ ഫാർമസി, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിലെ രജിസ്ട്രേഷൻ ഉള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കണം. അപ്പൊ ചില കേസിൽ ചിലർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇൻഎലിജിബിൾ എന്ന് ചിലപ്പോൾ കാണിക്കും. സോ നമുക്ക് ആ ഒരു കേസിൽ ഡിപ്ലോമ ഇൻ ഫാർമസിയോ അല്ലെങ്കിൽ അതിനോട് ഇക്വലന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷനോ ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർക്കും എന്താണ് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അതായത് ബി ഫാമുകാർക്കും ഡി ഫാമുകാർക്കും അതുപോലെ എം ഫാമുകാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് LSDD ഫാർമസിസ്റ്റ്. ഓക്കെ, സോ അതിലൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി പറഞ്ഞു, June 4th 2025 up to 12 AM. സോ LSDD ഫാർമസിസ്റ്റിന്റെ ഏറ്റവും പുതിയ ബാച്ച് എജ്യൂസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ താഴെ തന്നിരിക്കുന്ന 2 കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ഇൻഫോർമേഷൻസും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ബാച്ചിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്, അതുപോലെ റിവിഷൻ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. എടുത്തു പറയേണ്ട വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ 3000 അത്രയും വേർത്ത് വരുന്ന ഒരു റാങ്ക് ബൂസ്റ്റർ പാക്ക് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് തരുന്നതാണ്. ഈ ഒരു റാങ്ക് ബൂസ്റ്റർ പാക്കിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ thousands ഓഫ് ക്വസ്റ്റ്യൻ സീരീസ്, അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇതാണ് നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്ക്. അതുപോലെ തന്നെ PDF നോട്ട്സ്, ഫ്രീ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്. അതുപോലെ എടുത്തു പറയേണ്ട വേറൊരു ഫീച്ചർ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഓരോ സബ്ജക്ട് വൈസും അതിൽ പിന്നെയും ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള നമ്മുടെ പോയിന്റ്സ് എല്ലാം ചെറിയ ചെറിയ ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ട്, അതുപോലെ തന്നെ ഷുവർ ഷോർട്സ്, എക്സ്ട്രാ പോയിന്റ്സ്, അതുപോലെ ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതാണ്. പിന്നെ ഓരോ സ്റ്റുഡൻസിനും മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഇൻകൺവീനിയൻസോ ഉണ്ടെങ്കിൽ നമുക്ക് മെന്ററിനെ അറിയിക്കാവുന്നതാണ്. സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ടേം ബാച്ചും റണ്ണിങ് ആണ്. ലോങ് ടേം ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1 year ഫോക്കസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ്. അപ്പൊ ഈ ഒരു BPharm കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ BPharm ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസോ PSC ഫസ്റ്റ് ടൈം എഴുതാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. സോ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് നോട്ടിഫിക്കേഷൻ പേജിന്റെ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിൻ എന്നാണ് പോസ്റ്റിന്റെ പേര്. പേ സ്കെയില് തൃശ്ശൂറും കാലിക്കറ്റിലേക്കും നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. സോ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, നന്നായിട്ട് പഠിക്കുക, എജ്യൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിലും ജോയിൻ ചെയ്യുക. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.